പ്രണയം നടിച്ച് യുവതികളെ വശത്താക്കി മുസ്ലിമുകളാക്കുവാൻ ബോധപൂർവം ശ്രമിക്കുന്ന ജിഹാദികൾ കേരളത്തിൽ ഉണ്ടെന്ന് ഇന്നാട്ടിലെ ക്രൈസ്തവരിലും ഹിന്ദുക്കളിലും നല്ല വിഭാഗം ഭയപ്പെടുന്നു. ഇങ്ങനെ ജിഹാദികൾ വശത്താക്കി കെണിയിലാക്കപ്പെടുന്ന കുട്ടികളിൽ ചിലരെയെങ്കിലും മുസ്ലിം തീവ്രവാദികളാക്കി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിച്ചതിന്റെ സംഭവ കഥകളും അതിന് സാധിക്കാതെ ഇവിടെ തന്നെ ജീവിക്കുന്നവരിൽ പലരും 2-3 തവണ മൊഴി ചൊല്ലപ്പെടുന്നതിന്റെ കഥകളും ഇത്തരം കുട്ടികളിൽ ചിലരെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കരിയർമാരായി പിടിക്കപ്പെടുന്ന സംഭവങ്ങളുടെ കഥകളും കൂട്ടി വായിക്കപ്പെടുമ്പോൾ ആ കുട്ടികളോട് കാണിച്ചതായി പറയപ്പെടുന്ന പ്രണയം ശരിക്കും കെണിയായിരുന്നു എന്ന് അവരെങ്കിലും കരുതുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ലവ് ജിഹാദികൾ ഉണ്ടെന്ന് ക്രൈസ്തവരിലും ഹിന്ദുക്കളിലും നല്ല വിഭാഗം ഭയപ്പെടുന്നത്. ഇങ്ങനെ ഭയപ്പെടുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും ഉണ്ട്. എല്ലാ പാർട്ടിയിലും പെട്ടവർ ഉണ്ടെന്ന്. അവർക്ക് സത്യം തുറന്നു പറയാനോ ധീരമായ നിലപാട് എടുക്കാനോ ഭയമുണ്ട്. കേരള സമൂഹത്തിൽ പ്രബലമായ വോട്ട് ബാങ്കായ മുസ്ലിം വികാരം ജിഹാദികൾക്ക് അനുകൂലമാണ് എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ അവർ വാശി കാണിക്കുന്നു. ഇത്തരത്തിലുള്ള ജിഹാദികൾ അല്ലാതെ മതം നോക്കാതെ പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരുമുണ്ട്. മക്കൾ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇത്തരം വിവാഹങ്ങളെ എതിർക്കുക സ്വാഭാവികമാണ്. എങ്കിലും കുറെ കഴിയുമ്പോൾ അത്തരം എതിർപ്പ് ഇല്ലാതാകും. ഇങ്ങനെ വിവാഹം കഴിച്ച ഒരു പ്രമുഖ യുവാവ് കുറെ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പോലും മതം മാറണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത്തരം ധാരാളം സംഭവങ്ങളുണ്ട്. ഒരിക്കലും അനുരഞ്ജനപ്പെടാത്തവരും ഉണ്ട്. അമുസ്ലിമുകളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് സംരക്ഷണവും പിന്തുണയും കൊടുക്കുവാൻ പോലീസ് സ്റ്റേഷൻ മുതൽ കോടതികളിൽ വരെ എത്തുന്ന മുസ്ലിം വിശ്വാസികൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജിഹാദിക്കു വേണ്ടി സുപ്രീം കോടതികളിൽ ലക്ഷങ്ങൾ ഫീസുള്ള അഭിഭാഷകരെ എത്തിക്കുന്നവർ എല്ലാം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരെ പോലീസ് കേസുകളിൽ കുടുക്കി ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന ഭയമോ ഇല്ലാതാവില്ല. പകരം മുറിവുകളിൽ കുത്തി വേദനിപ്പിക്കുന്ന അനുഭവമാവും ഉണ്ടാവുക. പേക്കിനാവു പോലെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരുന്നു. സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് വേട്ടയാടപ്പെടുന്നവർ ഈ ചിന്തയുള്ളവർക്കിടയിലെങ്കിലും കരുത്തു നേടും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റത് അവസാന വിധിയല്ല. മാരക ലഹരി വിപത്തിനെതിരെ KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2025 മാർച്ച് 9 പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ PC ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കളത്തിലിറങ്ങുന്ന ഹീനമായ കാഴ്ചയാണ് കേരളം കണ്ടത്. മീനച്ചിൽ താലൂക്കിൽ തന്നെ 400 പെൺകുട്ടികൾ ഇങ്ങനെ കെണിയിലാക്കപ്പെട്ടെന്നും അവരിൽ 41 പേരെ രക്ഷിക്കാനായെന്നും ജോർജ് ചൂണ്ടിക്കാണിച്ചു. ഇതിനെതിരെ ഈരാറ്റുപേട്ടയിൽ ലീഗ് നേതാക്കളും തൊടുപുഴയിലെ കോൺഗ്രസ് നേതാക്കളും പോലീസിൽ പരാതി കൊടുത്തു. ഈ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ മാർച്ച് 12 പത്രക്കുറിപ്പായി ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ക്രൈസ്തവരുടെ മനസ്സാണ് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ പത്രക്കുറിപ്പ്. PC ജോർജ് പറഞ്ഞത് അടിസ്ഥാനമുള്ള കാര്യങ്ങളാണെന്ന് കമ്മീഷൻ പറഞ്ഞു. അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നതും അപലപനീയമാണെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ലഹരിയെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും അവ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രണയക്കെണികൾ ഉണ്ടെന്ന് ലഹരിയിൽ നിന്നും വിമോചിതനായ ഒരു യുവാവ് ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കൂടാതെ സംസ്ഥാനത്ത് വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരവും ആയുധങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇവയ്ക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു. മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത സംരക്ഷിക്കുവാനും ജാതിമത ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട്. അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാൻ ഉതകുന്ന
നിലപാടുകളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. PC ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കമ്മീഷന്റെ പത്രക്കുറിപ്പ് ഏറെ അർത്ഥഗർഭവും വരികൾക്കുള്ളിൽ ഏറെ അർത്ഥങ്ങൾ പേറുന്നവയുമാണ്. അമുസ്ലിമുകളായ യുവതികളെ പ്രണയം നടിച്ച് വശത്താക്കി ലൈംഗികമായി ഉപയോഗിച്ച് വിവാഹം കഴിച്ച് തീവ്രവാദ പ്രവർത്തകരാക്കുകയോ ലൈംഗിക അടിമകളാക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന മുസ്ലിം തീവ്രവാദികളുടെ ബോധപൂർവമായ പ്രവർത്തനത്തെ വ്യാപകമായി ലവ് ജിഹാദ് എന്ന് വിളിച്ചു തുടങ്ങിയത് 2007 കർണാടകയിലാണ്. എന്നാൽ 1998 മലയാള ദിനപത്രമായ കേരള കൗമുദി കേരളത്തിൽ നടക്കുന്ന ഈ അസാധാരണ വിവാഹങ്ങളെക്കുറിച്ച് ലവ് ജിഹാദ് എന്ന പേരിൽ ഒന്നാം പുറത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അക്കാലത്ത് കേരള പോലീസിന്റെ ഉന്നത മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജേക്കബ് പുന്നൂസ് പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ അനുസരിച്ചാണ് താൻ ആ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ലേഖകൻ സുനിൽകുമാർ പിന്നീട് വെളിപ്പെടുത്തി. 2009 പത്തനംതിട്ടക്കാരി ഒരു ക്രൈസ്തവ യുവതി ഒരു മുസ്ലിം യുവാവിനോടൊപ്പം വീട് വിട്ടതോടെ ഈ പദവും ആശയവും സമൂഹത്തിൽ ശക്തമായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ വശത്താക്കി അവർ സ്വന്തം വീട്ടിലേക്ക് പോകാതിരിക്കുവാൻ വിവാഹം കഴിച്ച് മതം മാറ്റുന്നതിൽ എവിടെയാണ് പ്രണയം? അത് ജിഹാദ് മാത്രമല്ലേ എന്ന് വിലയിരുത്തുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പെൺകുട്ടി സത്യം മനസ്സിലാക്കുമ്പോഴേക്കും സമയം വല്ലാതെ കഴിഞ്ഞിരിക്കും. അന്യമതസ്ഥയെ പ്രണയിക്കാം, പക്ഷെ വിവാഹം കഴിക്കാൻ മതം മാറണം, തട്ടമിടുകയും വേണം. ഇതാണോ പരിശുദ്ധ പ്രണയം? ഇത്തരം കേസുകളിൽ ഇടനിലക്കാരാവുന്നവരെ നോക്കുക. കുപ്രസിദ്ധമായ ഹാദിയ സംഭവത്തിലെ അഖിലയെ ഹാദിയ ആക്കുന്നതിന് കെണി ഒരുക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗം അധ്യക്ഷയായിരുന്ന AS സൈനബ ആയിരുന്നു. വിദഗ്ധ പരിശീലനം കിട്ടിയവരാണത്രേ ഇടനിലക്കാർ. പ്രണയം മുത്ത് അമുസ്ലിമിനെ വിവാഹം കഴിക്കുന്ന ജിഹാദി ആ പ്രണയം സൂക്ഷിച്ചുകൊണ്ട് രണ്ടാമതും വിവാഹം കഴിക്കുന്നു. അഫ്ഗാൻ ജയിലിലുള്ള സോണിയയുടെ ഭർത്താവ് അത്തരക്കാരനാണ്. രണ്ടാം ഭാര്യ കേരളത്തിലുണ്ടായിരുന്നു. ചാവേറാകാൻ കൊണ്ടുപോയത് സോണിയെ മാത്രം. കേരളത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധനായ ഒരു മുസ്ലിം യുവാവ് ഒരു ക്രൈസ്തവ യുവതിയെയും മുസ്ലിം യുവതിയെയും ഭാര്യമാരാക്കിയ കഥ സുപ്രസിദ്ധമല്ലേ? 2 മക്കളായി കഴിഞ്ഞപ്പോൾ പുതിയ പ്രണയം. മതം മാറി വന്ന ആദ്യ ഭാര്യയ്ക്ക് സഹിക്കാനല്ലേ സാധിക്കൂ? അമുസ്ലിമുകളെ വിവാഹം കഴിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക സഹായം കിട്ടുന്നു എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ വരെ അവരുടെ കേസ് നടത്താൻ ആൾക്കാരുമുണ്ട്. പ്രത്യേക വരുമാനമൊന്നുമില്ലാത്ത ജിഹാദിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഫീസുള്ള അഭിഭാഷകൻ എങ്ങനെ വരുന്നു? ആര് പണം മുടക്കുന്നു? ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പോപ്പുലർ ഫ്രണ്ട് സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹർജി പക്ഷേ ജഡ്ജി KT ശങ്കരൻ തള്ളി. ഒരു പദവും നിരോധിച്ചില്ല. ജേക്കബ് പുന്നൂസും ഹൈക്കോടതിയും. ലവ് ജിഹാദ് എന്ന സാമൂഹിക വിപത്തിനെ കുറിച്ച് അന്വേഷിക്കുവാൻ കേരള ഹൈക്കോടതി പലവട്ടം കേരള പോലീസിന് നിർദ്ദേശം കൊടുത്തു. 2009 നവംബർ 11 സംസ്ഥാന DGP ജേക്കബ് പുന്നൂസ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ 18 മേഖലകളിൽ നടത്തിയ അന്വേഷണത്തിൽ 3 ഉദ്യോഗസ്ഥർ ലവ് ജിഹാദ് നടക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചതായി പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നു എങ്കിലും ലവ് ജിഹാദ് എന്ന രീതിയിൽ ഒരു സംഘടിത നീക്കം ഇല്ലെന്നാണ് DGP അവസാനമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയുകയും പത്രക്കാർക്ക് വിവരം ചോർത്തി കൊടുക്കുകയും ചെയ്ത പുന്നൂസ് അത്തരം ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തത് അക്കാലത്തെ യജമാനായിരുന്ന CPMന്റെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാവണം എന്ന് സംശയിക്കപ്പെടുന്നു. കേരള പോലീസിന്റെ അക്കാലത്തെ ഇന്റലിജൻസ് വിഭാഗം മേധാവി സിബി മാത്യു കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് DGP നേരിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതായി സിബി മാത്യു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് തിരുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഇല്ല.
മകൾ ജിഹാദിയുടെ കെണിയിൽ പെട്ടതുമൂലം നാട് വിടേണ്ടി വന്ന ചിലരെ സിപി മാത്യുവിന് നേരിട്ട് അറിയാമായിരുന്നു. ലവ് ജിഹാദ് എന്ന സംഘടനയില്ല, ഓഫീസില്ല എന്നെല്ലാമാണ് അന്ന് DGP പറഞ്ഞത്. അതുകൊണ്ട് ഹൈക്കോടതിക്കും കൂടുതൽ പറയാനായില്ല. കോടതികൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കുന്നത് പോലീസ് പറയുന്നത് വിശ്വസിച്ചാണ്. സർക്കാരും ഔദ്യോഗികമായി പറയുന്നത് അങ്ങനെ തന്നെ. സമൂഹം ജീവിതാനുഭവങ്ങൾ കൊണ്ടും. കോടതി ഇല്ലെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് ഇല്ലാതാകുമോ? അന്യമതസ്ഥരായ പെൺകുട്ടികൾക്കായി ഒരുക്കപ്പെടുന്ന കെണിയാണ് ലവ് ജിഹാദ്. അത് കേരളത്തിൽ ഉണ്ട് എന്നാണ് സംഭവങ്ങൾ തെളിയിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുസ്ലിം തീവ്രവാദികളായ ജിഹാദികളുടെ വിധവകളും കുട്ടികളുമായ 14,000 പേർ 2019 അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് കീഴടങ്ങി. അവരിൽ 3 മലയാളികളടക്കം 4 ഇന്ത്യക്കാരും അവരുടെ കുട്ടികളും ഉണ്ട്. വിദേശികളായ തടവുകാരെ തിരിച്ചു വേണമോ എന്ന് അവരുടെ പഴയ മാതൃരാജ്യങ്ങളോട് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഭാരത സർക്കാർ ഉപേക്ഷിച്ചു. കാരണം കേരളത്തിൽ തിരിച്ചെത്തി തീവ്രവാദ പ്രവർത്തനം തുടരും എന്നും NIA ആശങ്ക പ്രകടിപ്പിച്ചു. കണ്ണൂരിൽ പിടിയിലായ മിസ സിദ്ദിഖ്, ഷിഫ തുടങ്ങിയവരുടെ കഥകൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. IS പ്രവർത്തനങ്ങൾക്കായി കാശ്മീർ തീവ്രവാദി അൻവർ ഹാരിസിന് പണം അയച്ചതിന് തെളിവുണ്ടെന്ന് NIA പറയുന്നു. കർണാടകത്തിലെ ഉള്ളാളിലെ മുൻ കോൺഗ്രസ് MLA കൊച്ചുമകൻ മംഗലാപുരത്ത് വെച്ച് NIA പിടിയിലായ അമർ അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ തുടർന്ന് നടന്ന അന്വേഷണമാണ് കണ്ണൂരിലെ മിസഹായുടെയും ഷിഫയുടെയും അറസ്റ്റിൽ കലാശിച്ചത്. 15 വർഷം മുമ്പ് കാസർഗോഡ്, തൃക്കരിപ്പൂർ, പടന്ന എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടപ്പെട്ട IS പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കോൺഗ്രസ് നേതാവിന്റെ ആ കൊച്ചുമകനായിരുന്നു. ലവ് ജിഹാദിൽപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലുള്ള തിരുവനന്തപുരത്തുകാരി നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിനെ പോലെ എത്ര അമ്മമാരാണ് കണ്ണീരോടെ കഴിയുന്നത്? എത്ര വലിയ ഭീകര പ്രവർത്തകയാണെങ്കിലും മകൾ കുറ്റവാളിയല്ലെന്ന് കരുതാൻ അമ്മയ്ക്കാവും. തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യും. മകളെ കാണാതായ കാലം മുതൽ അവളെ തിരിച്ചു കിട്ടുവാൻ ആ അമ്മ എല്ലാ വാതിലുകളും മുട്ടി. അവൾ നാടുവിടാൻ സാധ്യതയുണ്ടെന്ന് പോലീസിൽ മുന്നറിയിപ്പ് നൽകി. പോലീസിന് ഒന്നും ചെയ്യാനായില്ല. 18 കഴിഞ്ഞ പെൺകുട്ടിക്ക് അതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന നിലപാടിലായിരുന്നു എല്ലാവരും. മകൾ എവിടെയെന്ന് പോലും ആ അമ്മയോട് പറയാൻ ആർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ജിഹാദികളെ സംരക്ഷിക്കുന്നതിനുള്ള വ്യഗ്രതയിൽ ഒന്നും അമ്മയോട് പറഞ്ഞില്ല. അപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ മകൾ ഉണ്ടെന്ന വാർത്ത വന്നത്. അതോടെ അവളെ തിരിച്ചെത്തിക്കണം എന്ന തന്റെ ആവശ്യം അമ്മ കൂടുതൽ ശക്തമാക്കി. ചതിയിലാണ് മകൾ മതം മാറ്റപ്പെട്ടതെന്നും ജിഹാദി ആക്കപ്പെട്ടത് എന്നും ആക്ഷേപിക്കുമ്പോഴും ആ അമ്മ മകളെയും ഭർത്താവിനെയും കുഞ്ഞിനെയും അവരുടെ ഇപ്പോഴത്തെ മതം അടക്കം സ്വീകരിക്കാം എന്ന തുറന്ന മനസ്സോടെയാണ് അഭ്യർത്ഥന നടത്തുന്നത്. അതായത് നിമിഷയുടെ മതം മാറ്റം ആ അമ്മ സമ്മതിക്കുന്നു. എന്നിട്ടും അവരെ പരിഹസിക്കുകയാണ് പലരും. നിമിഷയെയും കൂടെ ജയിലിൽ കിടക്കുന്നവരെയും തീവ്രവാദികൾ ആക്കിയവർ ഇപ്പോഴും കേരളത്തിൽ സ്വൈര്യമായി വിഹരിച്ചുകൊണ്ട് പുതിയ ഇരകളെ കെണിയിലാക്കുന്നു. അവരെ പിടികൂടാത്തത് എന്ത്? തീവ്രവാദത്തിലേക്ക് ആളെ ചേർത്ത് കൊടുക്കുന്നവർക്ക് എതിരെ എന്തേ സർക്കാർ നടപടികൾ എടുക്കുന്നില്ല? നിമിഷ നാടുവിടാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകിയിട്ടും എന്തേ അത് തടയാൻ പോലീസ് നടപടി എടുത്തില്ല? അക്കാലത്ത് DGP ആയിരുന്ന സെൻകുമാർ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിച്ചെങ്കിലും IG എല്ലാം വെച്ച് താമസിപ്പിച്ചു. നിമിഷയുടെ അമ്മ ഉയർത്തിയ ചോദ്യങ്ങൾ സ്വന്തം മകളെ കഴുകന്റെ ചിറകിൽ നിന്നും കാത്തു സൂക്ഷിക്കാൻ ഭയപ്പെടുന്ന ഓരോ അമ്മയുടെയും മനസ്സിന്റെ വിങ്ങനാണ്. BDSന് പഠിക്കുവാൻ കാസർഗോട്ടുള്ള ഒരു ഡെന്റൽ കോളേജിൽ ചേർത്ത നിമിഷയെ തീവ്രവാദിയാക്കിയവർക്കെതിരെ നടപടി വേണം എന്ന നിമിഷയുടെ അമ്മ ബിന്ദുവിന്റെ ആവശ്യം എന്തേ അവഗണിക്കപ്പെട്ടു? കുട്ടികളെ മതം മാറ്റുന്നതിനായി ആ കോളേജിൽ തന്ത്രപരമായ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ആ അമ്മയുടെ പ്രധാന ആക്ഷേപം. ഈ ആക്ഷേപത്തെക്കുറിച്ച് എന്തേ എല്ലാവരും മൗനം പാലിക്കുന്നു? ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇത്തരം വേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ആ കോളേജിൽ മതം മാറ്റത്തിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കെണിയിൽ പെടുത്തിയാണ് തന്റെ മകളെ അവർ അപകടത്തിലാക്കിയതെന്ന് ബിന്ദു വിശ്വസിക്കുന്നു.
കാസർഗോഡ് ഉണ്ടായിരുന്ന ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയ സത്യമാണ് എന്നും അവർ പറയുന്നു. അതായത് ഇത്തരം കെണിയെക്കുറിച്ച് അധികൃതർക്കും അറിവുണ്ട് എന്ന്. മതം മാറിയ നിമിഷ 4 ദിവസത്തെ മാത്രം പരിചയമുള്ള ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. ഇതിനെല്ലാം ഒത്താശ ചെയ്തവർ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് സത്യമല്ലേ? ആ കുട്ടികൾ ജിഹാദികളായി എന്ന സത്യം ഇങ്ങനെ സഹായിച്ചവരെ എല്ലാം പ്രതിപട്ടികയിലാക്കുന്നില്ലേ? മകളുടെ ഭർത്താവായി മാറിയ പാലക്കാട്ടുകാരൻ ബെക്സൻ അഥവാ ഈസ എന്ന തീവ്രവാദിയല്ലേ മകളെ തീവ്രവാദി ആക്കിയതിൽ യഥാർത്ഥ പ്രതി എന്നാണ് അവർ പറയുന്നത്. പോണ്ടിച്ചേരിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് തന്റെ മകളെ കെണിയിലാക്കിയത്. അദ്ദേഹത്തിന്റെ പേര് വിവരവും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ബന്ധം ഉണ്ടാക്കി മനഃപൂർവ്വം തകർക്കുകയായിരുന്നു. അങ്ങനെ വല്ലാതെ തളർന്നു പോയ സമയത്താണ് കെണിയിലെ മറ്റൊരു കണ്ണിയായ മെറിന്റെ പ്രേരണയിൽ നിമിഷ ബെക്സനെ വിവാഹം കഴിക്കുന്നതെന്നാണ് ബിന്ദുവിന്റെ വെളിപ്പെടുത്തൽ. എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു എന്ന് ബിന്ദു പറഞ്ഞതാണ്. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ഏത് തീവ്രവാദിക്ക് ഒപ്പം പോകുന്നതിനും കോടതി അനുവദിക്കുന്നതിലും ബിന്ദു സങ്കടം പ്രകടിപ്പിച്ചു. ഹൈക്കോടതിയിൽ ബിന്ദു കൊടുത്ത ഹേബിയസ് കോർപ്പസ് കേസ് കേട്ട ജഡ്ജിയും അതേ നിലപാട് എടുത്തു എന്നും ബിന്ദു പറഞ്ഞു. പിന്നീടാണ് മകൾ നാടുവിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയെക്കുറിച്ച് ബിന്ദു പോലീസിൽ പരാതിപ്പെടുന്നത്. ഭർത്താവിനോടൊപ്പം മകൾ പോകുന്നതിൽ എന്താണ് പിശക് എന്നായി പോലീസിലെ ഒത്താശക്കാർ. അങ്ങനെ മകൾ അതിഭീകരമായ ഗർത്തത്തിലായി. അഫ്ഗാനിൽ തീവ്രവാദിയായി. ഒരു യുവാവോ യുവതിയോ തീവ്രവാദി ആകുന്നത് എല്ലാ അർത്ഥത്തിലും അപരാധമാണ്. എങ്കിൽ അതിന് ഒത്താശ നിന്നവർ, സൗകര്യം ഒരുക്കിയവർ, കെണിയിൽ പെടുത്തിയവർ എല്ലാം കൂട്ടുപ്രതികളല്ലേ? 18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് മാതാപിതാക്കളുടെ സങ്കടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ യുവതിയെ ഭർത്താവിനൊപ്പം പോകാൻ അനുവദിക്കുന്ന കോടതി അവരുടെ അന്തസ്സുള്ള തുടർ ജീവിതത്തിന് വേണ്ട ലക്ഷ്മണ രേഖയെങ്കിലും വെക്കേണ്ടതല്ലേ? നാട് വിടുന്നതിനെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതല്ലേ? നിമിഷയുടെ അമ്മയുടെ ചങ്കുപൊട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഇന്നും സാധിച്ചിട്ടുണ്ടോ? ഏഷ്യനെറ്റ് ചാനലിൽ 2021 സെപ്റ്റംബർ 22 രാത്രി ക്രൈസ്തവ സമൂഹത്തിന്റെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഭീതികളെ വല്ലാതെ പുച്ഛിച്ച് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത MS സജി എന്ന അഭിഭാഷകന്റെ അനുഭവ സാക്ഷ്യം കേൾക്കേണ്ടതാണ്. താൻ ഒരു മിശ്രവിവാഹിതനാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. 2015 ഉണ്ടായ ഒരു കോടതി അനുഭവം അദ്ദേഹം വിവരിച്ചു. ഒരു നായർ കുടുംബത്തിന്റെ കഥയാണ്. അച്ഛൻ മരിച്ച ഒരു കുടുംബത്തിലെ അത്താണിയായ നായർ യുവാവ് അധ്വാനിച്ച് പഠിച്ച് കുടുംബത്തെ കരകയറ്റുകയാണ്. വിവാഹം കഴിച്ചു. ആ പെൺകുട്ടിയെയും പഠിപ്പിച്ചു, ജോലിയും സമ്പാദിച്ചു. അവർക്ക് 2 മക്കളായി. 33-കാരിയായ ഭാര്യയെ ഒരു ദിവസം കാണാനില്ല. സജി വഴി ആ യുവാവ് കോടതിയെ സമീപിച്ചു. ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ദിവസം ഒരു സ്ത്രീ ഹാജരായി. സജിയുടെ വാക്കുകൾ തന്നെ കേൾക്കുക. ചാനലുകളിലൊക്കെ കാണുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ പോലെ ആ സകലം മൂടി ഒരു സ്ത്രീ വന്നു. കൗതുകകരം എന്ന് പറയട്ടെ, അന്ന് കോടതിയിലാകെ അപരിചിതരുടെ കൂട്ടമായിരുന്നു. എവിടെ നിന്ന് വന്നു ഈ അപരിചിതർ എന്ന് അദ്ദേഹം ചോദിച്ചു. കേസ് മുന്നോട്ടു പോയി. ആ സ്ത്രീ 2 കുട്ടികളെയും തനിക്ക് വേണം എന്ന വാദം ഉന്നയിച്ചു. നിയമപരമായി കുട്ടികളെ അമ്മയ്ക്ക് കിട്ടും. നായർ കുടുംബത്തിൽ ജീവിച്ച് വളർന്ന കുട്ടികളെ അമ്മയുടെ പുതിയ മതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കേസ് നടക്കുന്ന അന്ന് രാത്രിയോ മറ്റോ സജി ഏതോ വിദേശത്തേക്ക് പോവുകയായിരുന്നു. തലേന്ന് പോലീസിലെ സുഹൃത്തുക്കൾ വിളിച്ച് മുന്നറിയിപ്പ് നൽകി. സജി നാളെ കോടതിയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ പറഞ്ഞില്ല. ഇത്തരം മുന്നറിയിപ്പുകൾ ചില അവിഹിത ബന്ധത്തിന്റെ സൂചന കൂടിയല്ലേ? പോലീസും ജിഹാദികളും തമ്മിലുള്ള ഒത്താശയുടെ. ഇത്തരം നിരവധി സംഭവങ്ങൾ ക്രൈസ്തവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാനലുകാരും മതേതരക്കാരും അത് വിഷയമാക്കില്ല. ഏതായാലും സജി സമ്മതിച്ചില്ല. എന്റെ കേസല്ലേ, ഞാൻ വരും. സജി ശാഠ്യം പിടിച്ചു. അന്ന് കോടതിയിൽ ചെന്നപ്പോൾ അപരിചിതരായിരുന്നു കോടതിയിൽ നിറയെ. കുട്ടികളെ അഥവാ കോടതി കൊടുക്കാതിരുന്നാൽ തട്ടിക്കൊണ്ടു പോകുവാൻ വന്നവർ എന്ന് സജി പറഞ്ഞതുപോലെ തോന്നി. ഈ അപരിചിതരുടെ വരവും ജിഹാദികൾക്ക് കൊടുക്കുന്ന പിന്തുണയുമാണ് ക്രൈസ്തവരെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. വീട്ടിൽ കയറി കുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുവാൻ വരെ ഇവർ ധൈര്യം കാണിക്കുന്നു. ഇതാണ് അമുസ്ലിമുകളെ ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം.
2010 ജൂലൈയിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേരളത്തെക്കുറിച്ച് ഒരു സത്യം തുറന്നു പറഞ്ഞു. 20 വർഷത്തിനുള്ളിൽ കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റുവാൻ മുസ്ലിം തീവ്രവാദികൾ ആസൂത്രിത ശ്രമം നടത്തുന്നു. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ വെളിപ്പെടുത്തി. പണവും മറ്റ് സമ്മർദ്ദങ്ങളും അന്യ സമുദായങ്ങളിൽ നിന്നുള്ള വിവാഹങ്ങളും വരെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. VSന്റെ വലിയ വിമർശകനായിരുന്ന പിണറായി അന്ന് ഇക്കാര്യത്തിൽ പക്ഷേ VSന് പരസ്യമായി പിന്തുണ കൊടുക്കുകയും തീവ്രവാദികൾക്ക് ജനാധിപത്യ മുന്നണിയുമായാണ് ബന്ധം എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഹോമിയോപ്പതിക്ക് പഠിക്കുവാൻ പോയ തന്റെ മകളുടെ മതം മാറ്റത്തിനും വിവാഹത്തിനും എതിരെ പിതാവ് അശോകൻ കൊടുത്ത പരാതിയിൽ ഇടപെട്ട ഹൈക്കോടതി 2017 മെയ്യിൽ വിവാഹം റദ്ദാക്കുകയും ഇത്തരം നീക്കങ്ങളിലൂടെ കുട്ടികളെ തീവ്രവാദികൾ വശത്താക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൽ നിന്നും തീവ്രവാദത്തിനായി കൊണ്ടുപോയെന്ന് സംശയിക്കപ്പെടുന്ന കാണാതായ 21 കുട്ടികളിൽ തന്റെ മകളും വരും എന്നായിരുന്നു അച്ഛന്റെ പരാതി. ഹോമിയോ ഡോക്ടറായ കുട്ടിയെ വിവാഹം ചെയ്ത യുവാവിന്റെ ജീവിതമാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല. എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് സുപ്രീം കോടതിയിൽ പോലും അവർ കേസിന് പോകുന്നു. ഇങ്ങനെ മതം മാറുന്നവർക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന സംഭവങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ പിടിയിലായ ഒരു മുസ്ലിം തീവ്രവാദ പ്രവർത്തകന് സിം കാർഡ് സംഘടിപ്പിച്ചു കൊടുത്ത കേസിൽ പോലീസ് പിടിയിലായ ഷാഹിന എന്ന ദീപ ചെറിയാനും ഇങ്ങനെ മതം മാറിയവളാണ്. ഗൾഫിലുള്ള ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു ബസ് ഡ്രൈവർക്കൊപ്പം കൊച്ചിയിലേക്ക് വന്ന് മതം മാറിയവൾ ഇപ്പോൾ ജയിലിലാണ്. വിദേശത്ത് പോകുന്നവർ മാത്രമല്ലല്ലോ തീവ്രവാദികൾ. മനോരമ ചാനലിൽ 2021 സെപ്റ്റംബർ 18 ചർച്ചയിൽ ലവ് ജിഹാദിലെ ഇരകളായിരുന്ന 38 കുട്ടികൾ തിരിച്ചെത്തി തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് താമസിക്കുന്നതിനെക്കുറിച്ച് BJPയുടെ നേതാവ് VV രാജേഷ് വെളിപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കണക്കനുസരിച്ച് അവിടെ 52 പേരുണ്ട്. നാർക്കോട്ടിക് ജിഹാദിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൺകുട്ടിയും ഉണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന അവതാരക നിഷയോട് അവരെ വന്ന് അഭിമുഖം നടത്താമോ എന്ന് രാജേഷ് ചോദിച്ചു. അവിടെയുള്ള പെൺകുട്ടികളിൽ എല്ലാവരും തന്നെ മികച്ച വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്. സാഹിത്യം, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമ വിദ്യാർത്ഥികൾ, അധ്യാപികമാർ തുടങ്ങിയവർ. രാജേഷിന്റെ വെല്ലുവിളിയോട് ഭാവാത്മകമായി പ്രതികരിച്ചത് CPMന്റെ ചിത്തരഞ്ജൻ മാത്രം. ിലെ CPM സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായി വിതരണം ചെയ്യപ്പെട്ട പാർട്ടി കുറിപ്പിലെ വിവരങ്ങൾ 2021 സെപ്റ്റംബർ 17 പത്രങ്ങളിൽ പുറത്തു വന്നിരുന്നു. 2021 മെയ് 17 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് എളമരം കരീം തയ്യാറാക്കിയ ലേഖനത്തിൽ മുസ്ലിം തീവ്രവാദികൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഇല്ലെന്നും അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച തീവ്രവാദത്തിലേക്ക് യുവതികളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി പാർട്ടി രേഖ കൃത്യമായി പറയുന്നുണ്ട്. ആ കെണിയിൽ സഖാത്തികളും വീഴുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ആദ്യവാരം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും വിതരണം ചെയ്ത കുറിപ്പാണിത്. ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചുള്ള ഭാഗത്താണ് ഈ വിവരങ്ങൾ ഉള്ളത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് വരുത്താൻ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ യത്നിക്കുന്നത് കോൺഗ്രസുകാരാണ്. 2020 ഫെബ്രുവരി 3 ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ MP ബെന്നി ബെഹനാൻ ഒരു ചോദ്യം ചോദിച്ചു. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് വിവരമുണ്ടോ? കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസി തെക്കേ ഇന്ത്യയിൽ ലവ് ജിഹാദ് നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ? എത്ര മനോഹരമായ പ്രീണന ചോദ്യം. ഉത്തരം പറഞ്ഞ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി G കിഷൻ റെഡ്ഡി പറഞ്ഞു, നിയമത്തിൽ നിർവചനമുള്ള ഒരു പദമല്ല ലവ് ജിഹാദ്. ലവ് ജിഹാദ് കേസുകൾ ഒരു കേന്ദ്ര ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 2 മിശ്രവിവാഹ കേസുകൾ
NIA അന്വേഷിക്കുന്നുണ്ട്. പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല. ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള ചാലക്കുടിയിൽ നിന്നും ബെന്നി 2025 വീണ്ടും ലോക്സഭയിലെത്തി. അതായത് ക്രൈസ്തവരുടെ വാദത്തെ തള്ളിപ്പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന്. ഇവിടെ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. കോൺഗ്രസിനെതിരായ വെട്ടുകൾ ക്രൈസ്തവർ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവസാനത്തെ വെട്ടിനല്ല ഒരു മരവും വീഴുന്നത് എന്ന് അറിയുന്നവർ ഇന്നത്തെ കോൺഗ്രസിൽ ഇല്ല. ബെന്നിയിൽ തുടങ്ങി തൊടുപുഴ മണ്ഡലം സെക്രട്ടറി വരെ ഉള്ളവർക്ക് ഇക്കാര്യത്തിലുള്ള ആവേശം കേരളം കാണുന്നുണ്ട്. ഇത്തരം കളികളിലൂടെ ക്രൈസ്തവ വോട്ടർമാരിൽ മനംമടുപ്പുണ്ടാക്കുവാൻ പലരും കളത്തിലിറങ്ങി കളിക്കുകയാണ്. ലവ് ജിഹാദിൽ PC ജോർജ് അല്ല കഥാപാത്രം. ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിയുടെ കുടുംബവും അവരെ സ്നേഹിക്കുന്നവരുമാണ്. അവർ പ്രതികരിക്കും. ഏതളവിൽ? കാത്തിരുന്ന് കാണുക. ഈഴവരെ മുസ്ലിമുകൾ ലവ് ജിഹാദിന് ഇരയാക്കുന്നു എന്ന് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും ആരോപിച്ചു. 2006 ശേഷം കേരളത്തിൽ മതപരിവർത്തനം നടത്തിയ 6129 പേരിൽ ബഹുഭൂരിപക്ഷവും വിവാഹം വഴി ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദു ക്രിസ്ത്യൻ യുവതികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് ഒരു മതവിഭാഗം ആദ്യമായി പറഞ്ഞത് കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സാമൂഹിക ഐക്യത്തിനും ജാഗ്രതയ്ക്കും വേണ്ടിയുള്ള കമ്മീഷനാണ്. 2009 അവർ ആപത് സൂചന നൽകി. കമ്മീഷൻ നടത്തിയ പഠനമനുസരിച്ച് 2006 മുതൽ 2009 വരെ 2868 കത്തോലിക്ക പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് മാറി. ജില്ല തിരിച്ചുള്ള കണക്കും ജാഗ്രത പ്രസിദ്ധീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്നും 508 ക്രൈസ്തവർ ഇങ്ങനെ മതം മാറി. ഇരയാക്കപ്പെടുന്ന യുവതികൾ ലൈംഗിക അരാജകത്വത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നും ജാഗ്രത സംശയം പ്രകടിപ്പിച്ചു. അന്നു മുതൽ സഭ ഈ സങ്കടം ഉയർത്തുന്നുണ്ട്. പുത്തൻ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ ജോണി കൊച്ചുപറമ്പിൽ മാതാപിതാക്കൾക്കായി നൽകിയ മുന്നറിയിപ്പിൽ കെണി ഒരുക്കുന്ന രീതിയെക്കുറിച്ചും വിശദീകരിച്ചു. മുസ്ലിം സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളാണ് ആകർഷിക്കപ്പെടുന്നത്. നല്ല പെരുമാറ്റ രീതിയുള്ള സുന്ദരന്മാരായ യുവാക്കൾ എത്തുന്നു. അവർ സമ്പന്ന ജീവിതം നയിക്കുന്നവരാകും. എല്ലാം നാട്യമാണ്. പരിചയത്തിലാകുന്ന കുട്ടിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറുന്നു. ഒന്നിച്ച് ഭക്ഷണത്തിന് പോകുന്നു. ലൈംഗിക വീഴ്ചയിലെത്തിക്കുന്നു. അത് ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുന്നു. സാവകാശം അവൾ അവന്റെ അടിമയാകുന്നു. മതബോധന കേന്ദ്രത്തിൽ എത്തിക്കുന്നതോടെ യുവാവിന്റെ നിയോഗം കഴിഞ്ഞു. ബാക്കിയെല്ലാം അവിടെ നടക്കുന്നു. അവിടെ വെച്ച് തീവ്രവാദ നേതാക്കളുമായി ബന്ധത്തിലാകുന്നു. വിവാഹം കഴിക്കുന്നത് പോലും വേറെ ഒരാളാവും. ഇത്തരം ചതിയെക്കുറിച്ച് നിമിഷയുടെ അമ്മ ബിന്ദു വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2015 ഫെബ്രുവരിയിൽ KCBCക്ക് വേണ്ടി നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ സെൽഫി, ലവ് ജിഹാദ് എന്നീ അപകടങ്ങളിൽ കുട്ടികളെ സൂക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകി. 2020 ജനുവരി 14 സീറോ മലബാർ സഭയുടെ സിനഡ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞു. 2016 പിടികൂടപ്പെട്ട 21 IS പ്രവർത്തകരിൽ 12 പേർ ക്രൈസ്തവരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. സഭയുടെ മീഡിയ കമ്മീഷൻ അംഗമായിരുന്ന ഫാദർ ആന്റണി തലച്ചെല്ലൂർ ആഗോള മുസ്ലിം തീവ്രവാദ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലും ലവ് ജിഹാദ് നടക്കുന്നതായി പറഞ്ഞു. ഇവരാരും പഠിക്കാതെ പറയുന്നതല്ല. ഇക്കാര്യത്തിൽ കേരള പോലീസ് കാണിക്കുന്ന നിസ്സംഗതയെയും സിനഡ് കുറ്റപ്പെടുത്തി. താമരശ്ശേരി രൂപത വേദപാഠത്തിനായി തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിൽ രൂപതയിൽ നടന്ന 160 ലവ് ജിഹാദുകളെ കുറിച്ച് പറയുന്നുണ്ട്. KCYM പ്രവർത്തകർ രൂപതയിലാകെ നടന്നു ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കപ്പെട്ടത്. മുസ്ലിം തീവ്രവാദികൾ എതിർത്തതോടെ വേദപാഠ ക്ലാസുകളിലെ ഉപപാഠ പുസ്തകമായി തയ്യാറാക്കപ്പെട്ട പുസ്തകം തൽക്കാലത്തേക്ക് വിതരണം ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചെങ്കിലും ലവ് ജിഹാദിനെ കുറിച്ച് അവർ കണ്ടെത്തിയ സത്യങ്ങൾ ആർക്കാണ് നിഷേധിക്കാനാവുക? മതവ്യാപനം ലക്ഷ്യമാക്കി വിവിധ തരത്തിലുള്ള ജിഹാദുകൾ മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പുസ്തകം പറയുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലവ് ജിഹാദാണ്. അമുസ്ലിമുകളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രേമം നടിച്ച് വശീകരിച്ച് വിവാഹം കഴിക്കുന്ന തന്ത്രമാണിത്.
ഇതിനായി മുസ്ലിം യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. മനഃശാസ്ത്രപരവും ബൗദ്ധികവും വൈകാരികവുമായ മാർഗത്തിലൂടെ തന്ത്രങ്ങൾ മെനയുന്നു. 160 കേസുകളുടെ പഠനത്തിൽ കണ്ട സമാനതകളും പെൺകുട്ടിയെ വശീകരിക്കുന്നതിലെ രീതികളും പിന്തുണ നൽകുന്ന വിവിധ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യവും സംഘടിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് തെളിയിക്കുന്നു. ഈ കെണിയൊരുക്കൽ 9 ഘട്ടങ്ങളായാണ് പൂർത്തിയാകുന്നത്. ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും ഉയരുന്ന ആശങ്കകൾ കണ്ടില്ലെന്ന് നടിക്കരുത്. മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസത്ത സംരക്ഷിക്കുവാനും ജാതിമത ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട്. അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാൻ ഉതകുന്ന നിലപാടുകൾ എല്ലാവരും സ്വീകരിക്കണം എന്ന സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ സമീപനം യഥാർത്ഥ ദേശഭക്തരുടേതാണ്. PC ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടതും കേൾക്കാതെ പോകരുത്. അതായത് നിലവിലെ സാഹചര്യങ്ങളിലും തെറ്റ് ചെയ്യുന്നവർ സർവ സ്വതന്ത്രരായി വിഹരിക്കുന്നതിൽ സഭയ്ക്ക് അസ്വസ്ഥത ഉണ്ടെന്ന്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.